ഞാൻ കുറച്ച് വർഷം മുമ്പേ ഉള്ള എൻ്റെ ഒരു ബർത്ത്ഡേക്ക് നട്ടൊരു റോസാണ്. ഞാനൊക്കെ ഇവിടെ ഇല്ലാത്തപ്പോൾ കറക്റ്റ് അതിന് വെള്ളം കിട്ടാറില്ല. അതുകൊണ്ട് ഇതൊക്കെ വല്ലാതെ കരിഞ്ഞു പോയി. ഇതും ഇടയ്ക്കൊന്ന് കരിഞ്ഞു. ഞാൻ പിന്നെ വന്ന് നിറയെ വെള്ളമൊക്കെ ഒഴിച്ചു, എന്നിട്ടും രക്ഷയില്ല, പാവം. ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-12 ദിവസം മുമ്പാണ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടത്. ഐ തിങ്ക് ഏപ്രിലായിട്ട് ഞാൻ വീഡിയോ ഇട്ടതേ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല തിരക്കായിരുന്നു, ശരിക്കും തിരക്കെന്നൊക്കെ വെച്ചാൽ ഉഗ്രം തിരക്കായിരുന്നു എനിക്ക്. വെരി വെരി ബിസി. മെയിൻലി ആ കിച്ചുവിൻ്റെ ഈ എലക്ഷൻ, അതിൻ്റെ ഒരു സംഭവം, എലക്ഷന് ഉള്ള പേപ്പേഴ്സ് റെഡിയാക്കണം. കിച്ചു ജസ്റ്റ് അനൗൺസ്മെൻറ്റ് ഒന്ന് നെക്സ്റ്റ് ഡേ കൊല്ലത്ത് പോയല്ലോ. പിന്നെ അങ്ങോട്ട് സ്ക്രാച്ച് തൊട്ട് ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ആൻഡ് ഇറ്റ് കെപ് മീ ഭയങ്കര ബിസിയായി. ഞാൻ ശരിക്കും ബിസിയായി. പിന്നെ പല പ്രാവശ്യം അവിടെ പോയി വന്നു. വീട്ടിലുമൊക്കെ എന്തൊക്കെയോ ഐ വാസ് ഭയങ്കര ഒരു തിരക്കായിപ്പോയി. ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഓരോ ദിവസം മൊബൈലിങ്ങനെ എടുത്ത് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ഓഫ് ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ പണി നടക്കുന്നുണ്ട്, ഫുൾ ടൈം ഡ്രില്ലിങ് പണിയായിരിക്കും. ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മൈക്ക് ഇങ്ങോട്ട് തിരിച്ചു വെച്ചേക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ബാൽക്കണി ഏരിയ, ഇപ്പം ഞാൻ ഇവിടെ താഴെ റൂമിനകത്തിരുന്ന് ജനൽ അടച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. പുറത്തോട്ടിറങ്ങിയാൽ ഭയങ്കര ലൗഡാണ് ആ സൗണ്ട് വന്നാൽ, പാട്ടുകളൊക്കെ ഇടയ്ക്ക് വന്നാൽ പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് ആവും, ഇഷ്യൂ ആവും. ബിക്കോസ് നമ്മുടെ സൗണ്ടിനേക്കാൾ ഉറക്കെയാണ് ആ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഭയങ്കര ചൂടല്ലേ? ഐ തിങ്ക് കേരളത്തിൽ ഇത്രയും ചൂട് നമ്മൾ ഇത്രയും കാലം അനുഭവപ്പെട്ടിട്ടില്ല. ലൈക്ക് ഇറ്റ് ഇസ് സോ ഹോട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഹോട്ട്. കുളിക്കാൻ വരുന്ന പച്ചവെള്ളം തന്നെ ചൂടായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒന്ന് ഇച്ചിരി ഈ പണ്ട് ഗൾഫിലൊക്കെ അങ്ങനെയായിരുന്നു, പൈപ്പിൽ വരുന്ന വെള്ളം ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് കുളിക്കണമെങ്കിൽ കുറേ നേരത്തെ പിടിച്ച് വെച്ച് തണുത്തിട്ട് വേണം നമുക്കൊന്ന് കോരി കുളിക്കാൻ. അതേ അവസ്ഥയായി ഇപ്പോൾ ഇവിടെയും. നമുക്ക് വെള്ളം ഭയങ്കര ചൂടാണ്. നല്ല തണുത്ത വെള്ളമുള്ള ഏതെങ്കിലും ഒരു കുളത്തിലൊക്കെ പോയി ചാടാൻ ഇങ്ങനെ മനസ്സ് വരുന്നു. എൻ്റെ കാലിതുവരെ ശരിയായില്ല കേട്ടോ. ഇപ്പോൾ എത്രയായി? ഏകദേശം 1 month ആവുന്നു. ഒരു മാസമായിട്ട് ഞാൻ അത് വെച്ചിട്ട് ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 4 ദിവസം മുമ്പ് ഞാൻ പോയിട്ടൊന്ന് ഊരാം എന്ന് വിചാരിച്ച് ഞാൻ പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പറയും 1 more week വെച്ചേക്ക്, സെറ്റായും തോന്നുന്നില്ല. ഞാൻ 2 ദിവസം മുമ്പ് കൊല്ലത്ത് പോയിരുന്നപ്പോൾ അവിടെ ഞാൻ താമസിച്ച റൂമിൽ ഞാൻ പൈപ്പ് ഓൺ ചെയ്യാൻ പോയപ്പോൾ തെറ്റിയിട്ട് ഷവറായിപ്പോയി. അങ്ങനെ ഫുള്ള് എൻ്റെ കാലിലെ ബാൻഡേജ് വെച്ചിരുന്നതെല്ലാം നനഞ്ഞ് കോളമായി. എനിക്കിനി പോയി മാറ്റണം. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഈദാണ് ഐ തിങ്ക് ഇൻ കേരള. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ, സുലു ഹസീനെയൊക്കെ തമിഴ്നാട്ടിലാണ്, അവരെ ഞാൻ വിഷ് ചെയ്തപ്പോൾ പറയും, അയ്യോ നമ്മുടെ ഇവിടെ ഇന്നല്ല നാളെയാണ്, എന്തോ മൂണിൻ്റെ പൊസിഷൻ എന്തോ കണ്ടില്ല, സംതിങ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും ഓക്കെ, ഞാൻ ഇന്ന് വിഷ് ചെയ്തത് തിരിച്ചെടുക്കുന്നു, നാളെ വിഷ് ചെയ്യാൻ വേണ്ടും എന്ന് പറയും. ഇന്ന് അമ്മുവും ഇഷാനിയൊക്കെ അവിടെ റിയയുടെ വീട്ടിൽ പോകുന്നുണ്ട്. വേറെ എൻ്റെ അനിയത്തിയുടെ പിള്ളേർ ഇവിടെ ഉണ്ട്. 3-4 ദിവസമായി അവർ വന്നിട്ട്, റിഷാനും മാഹിനും. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടി ഇച്ചിരി ഗീ റൈസും ചിക്കൻ കറിയും ഞാൻ ഫ്രഷ് ആയിട്ടാക്കാമെന്ന് വെച്ചു. അതിച്ചിരി രാവിലെ ആക്കണം അവർക്ക് വേണ്ടിയിട്ട്. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ആക്ച്വലി ഇന്ന് പുറത്തുനിന്നാണ് വാങ്ങി. എനിക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പെട്ടെന്നൊരു മടി ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഒരു ദോശ ഹട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെയാണെങ്കിൽ നല്ല കുറച്ച് ഫുഡ് കിട്ടും. ഞാൻ നോക്കിയപ്പോൾ ഇന്ന് സ്വിഗ്ഗിയിൽ അവരുടെ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഐ വാസ് സാഡ്. പിന്നെ ഞാൻ ആര്യനിവാസിന് ഓർഡർ ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഇഡ്ഡലി ഓർഡർ ചെയ്തു ആൻഡ് മറ്റേ ഗീ സാമ്പാർ ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലി ഇവിടെ കുറച്ച് ദിവസമായിട്ട് സിമിയുടെ ഇളയ മോൻ മാഹിൻ, അവൻ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഇഡ്ഡലി അവൻ ഒരു ദിവസം 10 ഇഡ്ഡലി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മിനിഞ്ഞാന്നോ മറ്റോ 15 ഇഡ്ഡലി കഴിച്ചു.
ഇന്ന് ഞാൻ ആകെപ്പാടെ 10 ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. അവരോട് പറയും ഇന്ന് മത്സരിക്കാൻ പറ്റത്തില്ല, 2 3 മോൻ കഴിച്ചാൽ മതി എന്ന് ഞാൻ എന്ന് പറയും. അപ്പോൾ അവൻ 15 ഇഡ്ഡലി കഴിച്ചു എന്ന് 2 ദിവസം മുമ്പ്. അത് ഞാൻ കണ്ടില്ല, 10 ഇഡ്ഡലി കഴിക്കണേ ഞാൻ കണ്ടു. അപ്പോൾ കിച്ചുവിനോട് ഞാൻ എന്നോ പറയും, കിച്ചുവൊക്കെ കൊച്ചിലെ 10ഉം 15ഉം ഇഡ്ഡലിയും 10 ദോശയും 10 ചപ്പാത്തിയും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ. കൊച്ചു പിള്ളേർക്കൊക്കെ അതെനിക്ക് അതുപോലെ ഡയറ്റ്. പക്ഷേ എനിക്കൊന്നും പറ്റത്തില്ല കേട്ടോ. മാക്സിമം എനിക്ക് ഞാനൊരു 5 ഇഡ്ഡലി കൂടുതൽ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവത്തില്ല. അത്രയും കഴിക്കുമ്പോൾ നമ്മുടെ വയറ് പൊട്ടുന്ന പോലെയാവും. പിന്നെ വേറെ എന്താ, കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഹൻസുവിൻ്റെ കൂടെ ഒരു ഫോട്ടോഷൂട്ടിന് പോയിട്ട് അവൾക്കൊരു റീൽ എടുക്കാനായിട്ട് ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറത്താണ് ഷൂട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ ഹൻസു ഒരു വെള്ളയിൽ റെഡ് ബോർഡറൊക്കെ ഉള്ള ഒരു സാരി, കല്യാൺ സിൽക്സ് എന്ന് വാങ്ങിച്ച സാരി, അത് ഒട്ടും വിലയില്ലാത്ത സൈഡ് 850 രൂപയും കണ്ട സാരിയുടെ വില. ബ്ലൗസ് വയ്ക്കാനാണ് കാശ് കൂടുതൽ കേട്ടോ. സാരിയിൽ ഫോളോ വയ്ക്കാനും നമ്മൾ ബ്ലൗസ് വയ്ക്കാനും കൊടുക്കുമ്പോൾ അതാവും 1500 രൂപ, അതാണ് കൂടുതൽ. അപ്പോൾ അതൊക്കെ ഇട്ട് OBYOZയുടെ ജ്വല്ലറിയൊക്കെ ഇട്ട് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഒരു പഞ്ചാബി ഫാമിലി, ഒരു ഫാമിലി ഒരു 5-6 പേര് വരും. അവരിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വളരെ കൗതുകത്തോടു കൂടി ഹൻസുവിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന്. അപ്പം ഞാൻ അങ്ങനെ നോട്ടീസ് കണ്ടത്. കൊച്ചിയപ്പോൾ അവരിങ്ങനെ വന്ന് ചോദിച്ചു, ക്യാൻ വി ടേക്ക് സം ഫോട്ടോസ് വിത്ത് ഹർ? അപ്പം ഞാനും ഹൻസു ഇങ്ങനെ ചമ്മി. കാരണം ഇവർക്ക് ഹൻസിക ആയിരുന്നോ, ഞാനായിരുന്നോ, കൃഷ്ണകുമാർ ആയിരുന്നോ, അഹാന ആയിരുന്നോ ഒന്നും അറിയത്തില്ല. അവർ നോക്കുമ്പോൾ ഒരു ക്യൂട്ട് കുട്ടി ഭയങ്കര ഒരു ബ്രൈഡൽ കോസ്റ്റ്യൂമിൽ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ഓക്കെ എന്ന് പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർ ഓരോരുത്തരായിട്ട് വന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഓരോരുത്തർ ഫോട്ടോ എടുത്തു. ഞാനപ്പോൾ അതിൻ്റെ എൻ്റെ മൊബൈലിൽ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഒരു വിഷ്വൽ എടുത്തേ. അത് ഹൻസു ബിഹൈൻഡ് ദ സീൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പം ഞാൻ ഹൻസു നീ ഇതുണ്ട് ഹൻസു എന്ന് പറയുമ്പോൾ അവൾക്ക് ചമ്മലത് ഇട്ടില്ല. അപ്പം ഞാൻ ആ സീൻ ഞാനെടുത്ത ആ ഒരു സംഭവം ഞാനിവിടെ കാണിച്ചു തരാം. കം. आओ जी तुसी भी आओ जी आओ जी नेक्स्ट तुसी आओ കണ്ടോ? അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ട്രിവാൻഡ്രത്ത് വിസിറ്റ് ചെയ്യാൻ ടൂറിസ്റ്റായിട്ട് വന്നതാണ്? അവരൊക്കെയില്ല, നമ്മുടെ കല്യാണത്തിന് വന്നതാണ്, ട്രിവാൻഡ്രം ക്ലബ്ബിലാണ്, കുറച്ച് കഴിയുമ്പോഴാണ് കല്യാണം. ഇത് രാവിലെ ആയിരുന്നു കേട്ടോ, 11 o'clock കല്യാണം. ഞാൻ പറയും, ട്രിവാൻഡ്രം ക്ലബ്ബിലോ, ആരുടെ കല്യാണം എന്ന് ചോദിച്ചപ്പോൾ അവരൊരാളുടെ പേര് പറഞ്ഞു, ഇന്ന ആളുടെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഞാനൊന്ന് കിട്ടി. കാരണം ഞാനന്ന് ആ ന്യൂസ് നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ആളുടെ മകളുടെ കല്യാണമായിരുന്നു. പക്ഷേ ഞാൻ എവിടെയോ കിടന്ന് പഞ്ചാബീസ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. എന്നിട്ട് അന്ന് രാവിലെ നമ്മളെടുത്ത വീഡിയോസ് ഫോട്ടോസ് ഹൻസു അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാര്യം എനിക്കാണെങ്കിൽ ഞാൻ കണ്ണാടിയൊക്കെ വെച്ചല്ലേ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഈ വെയിൽ ഭയങ്കര പ്രോബ്ലമാണ്. എനിക്ക് വെയിലത്ത് ഇച്ചിരി നേരം നിന്ന് എനിക്ക് അപ്പം ഇവിടെ ഉച്ചി വേദനിക്കാൻ തുടങ്ങും. ആൻഡ് എനിക്ക് ഭയങ്കര സൺ അലർജിയാണ്. സൺ അലർജി എന്ന് വെച്ചാൽ ആൾക്കാർ എൻ്റെ ആ കൊല്ലത്ത് കിച്ചുവിൻ്റെ ഇലക്ഷൻ്റെ അപ്പം പോയപ്പോൾ ആരോ എന്നോട് എന്തോ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് സൺ അലർജിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് വന്നിട്ട് എന്തൊക്കെയോ എഴുതിയിരിക്കുമോ, പിന്നെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ എന്തൊക്കെയോ എഴുതിക്കണം. എൻ്റെ സൺ അലർജി എന്ന് വെച്ചാൽ കുറച്ച് നേരം ഞാൻ സണ്ണിൽ നിന്നാൽ എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലെയാവും. കൈ ഇവിടെ ഈവൻ എൻ്റെ ചുണ്ടിൽ വരെ പ്രശ്നമായിട്ടിങ്ങനെ
വീങ്ങി വരും. സോ എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. എന്നുവെച്ചാൽ കുറച്ച് നേരം നല്ലപോലെ വെയിലത്ത് പോയി നിന്നാൽ എനിക്ക് ഭയങ്കര പണി കിട്ടും, ഭയങ്കര ബുദ്ധിമുട്ടാവും. അതായാൽ പിന്നെ എനിക്കത് മരുന്നൊക്കെ ഇട്ട് അതിനൊക്കെ ഇടേണ്ട മരുന്നുകൾ തന്നെ ഒരുമാതിരി ഈ സ്റ്റിറോയിഡ്സൊക്കെ കലർന്ന ഓയിൻമെൻറ്റ്സ് ആണ്. അതൊക്കെ ഇട്ട് പിന്നെ ഒന്ന് ശരിക്കും തിരിച്ച് നോർമൽസിയിലോട്ട് വരണമെങ്കിൽ കുറേ ദിവസം എടുക്കും. അതാണ് നമുക്ക് ഈ സൺ അലർജിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു പേടി. അപ്പോൾ അന്ന് രാവിലെ കുറേ കേട്ട് അന്ന് ഹൻസുവിന് ഒരു ഐബ്രോയുടെ ഒരു മുടി ഇങ്ങനെ പൊങ്ങി നിന്നു, ടിങ്. പക്ഷേ എൻ്റെ ഈ കണ്ണിൽ കാണുന്നില്ല. എനിക്ക് നോക്കുമ്പോൾ ഹൻസ് പോസ് ചെയ്യണം നന്നായിട്ടുണ്ട്, ഫേസ് നന്നായിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ഐബ്രോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ ഷൂട്ടൊക്കെ ചെയ്ത അവസരം കാറിൽ കയറിയിട്ട് ഹൻസു നോക്കിയിട്ട്, അമ്മ കണ്ടില്ലേ എൻ്റെ ഐബ്രോ എന്തോ പോലെ ഇരിക്കുന്നു. അമ്മ ഇല്ല ഹൻസു, ഞാൻ കണ്ടില്ലടാ, എനിക്കത് കാണാൻ പറ്റൂല. ഇതുപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധാരണ ആൾക്കാർ എൻ്റെ അത്ര പ്രായമുള്ള ഒരാളെയൊന്നും ആയിരിക്കില്ല കൊണ്ടു കിടക്കുന്നത്. ചെറുപ്പമായിട്ടുള്ള യങ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വേണ്ടേ ഷൂട്ട് ചെയ്ത് തരാൻ. പക്ഷെ നിനക്ക് വേണ്ടി വോളണ്ടിയർ ചെയ്ത് വന്ന് ഷൂട്ട് ചെയ്ത് തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിതുപോലെ കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും അന്ന് ദിവസം ഒരിക്കൽ കൂടെ ഐബ്രോ ഒക്കെ പ്ലക്ക് ചെയ്തായിരുന്നല്ലോ, ഒരിക്കൽ കൂടെ പോയി ഇച്ചിരി കൂടെ എക്സ്ട്രാ കുറച്ച് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി അതേ കോസ്റ്റ്യൂം വീണ്ടും വൈകിട്ടിട്ട് ഹെയർ സ്റ്റൈൽ മാത്രം മാറ്റി, ജ്വല്ലറി രാവിലെ ഇട്ടതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ കുറച്ചു. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം വീണ്ടും പോയിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഷൂട്ട് ചെയ്തതാണ് ഹൻസിക റീലായിട്ടിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരിയും അതും ഇതുമൊക്കെ ഇടാൻ കേട്ടോ. എനിക്ക് പക്ഷേ അവളല്ലാതെ കൊച്ചുകുട്ടികളിടുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ട് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സോ ദാറ്റ് വാസ് ദാറ്റ്. പിന്നെ കിച്ചുവിൻ്റെ കൂടെ എലക്ഷൻ്റെ ഇവിടെ ഞാൻ മറ്റേ നമ്മുടെ മഹാരാഷ്ട്രയിലെ ഡെപ്യൂട്ടി CM മിസ്റ്റർ ഫട്നാവിസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഈസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. ഞങ്ങൾ ബോംബെ പോയപ്പോഴും വി ഹാഡ് മെറ്റ് ഹിം അറ്റ് ഹിസ് ഹൗസ്. ഹീസ് ലൈക്ക് ഒരു ഫ്രണ്ട് പോലെയാണ് കിച്ചുണ്ട്. ഈ ലൈക്ക് ഭയങ്കര നമ്മളോട് വലിയ സ്നേഹമാണ്. നല്ല സ്പീച്ചായിരുന്നു പുള്ളിയുടേത്. നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. വെരി നൈസ് പ്രോഗ്രാം ഇറ്റ് വാസ്. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ദിവസം പോയി അവിടെ ഒരു ദിവസം നിന്നു. എന്നിട്ട് തിരിച്ചത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു. റെനി അവരുടെയൊക്കെ വീട്ടിൽ പോയിരുന്നു. ജോർജി ആൻഡ് റെനി അവരുടെ വീട്ടിൽ പോയിരുന്നു. അവരുടെ മോൻ സഞ്ജു. അപ്പോൾ സഞ്ജു എന്നെ അവിടെ എല്ലായിടവും കാണിക്കാൻ കൊണ്ടുപോയി. ഒരു മിനിറ്റ് സഫീല, വാഷിംഗ് മെഷീനിൽ ഒരു ട്രിപ്പ് താഴെ വെച്ചിട്ടുണ്ട്, അടുത്ത ട്രിപ്പ് കിടക്കുവാണേ. മേലിൽ കിടക്കണമെന്നും എടുക്കണ്ട, അമ്മ വന്നിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ആ മോൻ എന്നെ ഫുള്ള് അവിടെ നിന്ന് കറങ്ങാൻ കൊണ്ടുപോയി. കൊല്ലം കുറേ ഏരിയ എന്നെ കാണിച്ചു തന്നു. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത സിറ്റി അല്ലാത്ത ഇവരുടെ വീടിൻ്റെ മറ്റേ ആ തങ്കശ്ശേരി ഏരിയ ഉണ്ടല്ലോ, അവിടെ എല്ലാം കാണിച്ചു തന്നു. വെരി നൈസ്. ഒരുപാട് ബ്യൂട്ടിഫുൾ ഹൗസസ് വെതേ. അവിടുത്തെ 2 സ്കൂൾസ് കാണിച്ചു തന്നു, ബോയ്സ് സ്കൂളും അവിടുത്തെ ഗേൾസ് സ്കൂളും എല്ലാം കാണിച്ചു തന്നു. അവിടുത്തെ കുറേ പള്ളി, നല്ല രസമായിരുന്നു. ആൻഡ് വി ഹാഡ് അടിപൊളി ലഞ്ച് ഫ്രം ദ ഹൗസ്. സൂപ്പർ ലഞ്ചായിരുന്നു. കൊല്ലം പരവ ഭയങ്കര ഫേമസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലം പരവ വെച്ചിട്ടുള്ളൊരു മീൻ കറി ഉണ്ടായിരുന്നു, കരിമീൻ ഫ്രൈ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ വീട്ടിൽ ഊണില്ലേ, അടിപൊളിയാണ്. അവരുടെ ചോറും കറികളും കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ധാരാളം ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ നമ്മളെപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയാലും ചോറും കറിയും അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുസ്ലിം ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ബിരിയാണി പോലത്തെ ഐറ്റം അതിലായിരിക്കും കൂടുതൽ അവരുടെ ഒരു കൈപ്പുണ്യം വരണം. നമ്മുടെ ഇവിടെ എന്താണ്, നമ്മുടെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്നും ഗീ റൈസും ചിക്കൻ കറിയും കിട്ടും. അയ്യോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ അന്നൊരു അവിടെ റെനി എന്നെ അവിടെ ഒരു ടെറക്കോട്ടയുടെ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അങ്ങനെ 3-4 വെറൈറ്റിയുള്ള ചട്ടിയൊക്കെ ഞാൻ വാങ്ങി. അവിടെ കൊണ്ട് വെച്ചേക്ക്. അതിനെ ഇനി ഒന്ന് കഴുകി പഴക്കിയെടുക്കണം. ചട്ടിയൊക്കെ പഴക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തോന്നും അവിടെ ഒരു പയ്യൻ നിന്ന് പറഞ്ഞു കേട്ടോ. അയ്യോ എനിക്ക് മനസ്സിലായില്ല, ഞാനത് മറന്നുപോയല്ലോ. അപ്പോൾ ഞാൻ പോയി ഇച്ചിരി ഗീ റൈസും ചിക്കൻ കറിയും ആക്കട്ടെ. ഇന്ന് വൈകിട്ട് ഞങ്ങൾക്കൊരു കല്യാണ റിസപ്ഷൻ ഉണ്ട് ട്രിവാൻഡ്രം ഭീമയിലുള്ള രാജു. ഭീമയിൽ പോകുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഫെമിലിയർ ആയിരിക്കും രാജു. പണ്ട് തൊട്ടേ അവിടെ ഉള്ളത്. രാജുവിൻ്റെ വൈഫ് വീണയും
ഭീമയിൽ വർക്ക് ചെയ്തിരുന്നായിരുന്നു. ഇപ്പം വീണ കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കല്യാണ സമയത്ത്, കല്യാണത്തിന് മുന്നേ ഒക്കെ ഞാൻ അവിടെ പോകുമ്പോൾ ഐ വാസ് വെരി ക്ലോസ് വിത്ത് വീണ. എൻ്റെ കല്യാണത്തിന് ജ്വല്ലറി എല്ലാം എടുത്ത് തന്നത് വീണയായിരുന്നു. ഞാൻ എൻ്റെ എല്ലാം ഭീമയിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. എല്ലാം എടുത്ത് തന്നത് വീണയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണയ്ക്ക് പിന്നെ കാനറ ബാങ്കിൽ ജോലി കിട്ടിപ്പോയി. അപ്പോൾ അവരുടെ മോളുടെ കല്യാണം ഐ തിങ്ക് വാസ് 3-4 days ബാക്ക് അമ്പലത്തിൽ വെച്ചിട്ട്. ആൻഡ് റിസപ്ഷൻ ഇസ് ടുഡേ ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ വൈകുന്നേരം ഒന്ന് പോകണം, സാരി ഉടുക്കണം എന്ന് പറയുമ്പോൾ പേടിയാണ്. 2 മാസം മുന്നേ തച്ച ഒരു ബ്ലൗസ് പോയി എടുത്തിട്ടാലും ടൈറ്റായിരിക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ ഈ കാല് വയ്യാതായതിനു ശേഷം എൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തതുകൊണ്ട് ഇതിന് ശേഷം 2-3 കിലോ പിന്നെയും കൂടിക്കാണും കേട്ടോ. ഞാൻ ഈ ഇട്ടേക്കണ ഈ ഒരു സെൽവാറൊക്കെ പണ്ടെനിക്ക് ഭയങ്കര ലൂസായിരുന്നേ. ഇതൊരു പഴയ ബീബയുടെ സെൽവാറാണ്, വെരി ഓൾഡ് വൺ. പണ്ട് അമ്മു കോളേജിൽ പഠിക്കുമ്പോൾ, അമ്മു ഫൈനൽ ഇയർ ആയിരുന്നപ്പോൾ, അമ്മു കോളേജിൽ നിന്ന് തിരിച്ച് ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ് തിരിച്ച് വരുന്നതിന് മുന്നേ അമ്മൂൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഞാൻ ചെന്നൈ പോയിരുന്നു. അപ്പോൾ എന്നിട്ട് ഞങ്ങളന്ന് അവിടെ ഏതോ മോളിൽ കറങ്ങാൻ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതായിരുന്നു ഇത്. അതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉള്ളൊരു സീസണായിരുന്നു. അപ്പോൾ അന്ന് ഇതൊരു 2500 രൂപ വില വരുന്നൊരു സെൽവാറായിരുന്നു. ആൻഡ് ഇറ്റ്സ് വെരി പ്ലസൻറ്റ് കളർ. ഇടുമ്പോൾ കുറച്ച് മെലിങ്ങതായിട്ട് തോന്നും, ഇച്ചിരി ഹൈറ്റൊക്കെ തോന്നിക്കും. ഇതെൻ്റെ എത്രയോ കാലത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് സെൽവാറായിരുന്നോ. എവിടെ ഞാൻ പോയാലും എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ഇത് ഇടുമായിരുന്നു. ബീബയുടെ മൈ ഫസ്റ്റ് സെൽവാറായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് വെരി ഡിയർ ടു മീ. അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ ധാരാളം ബീബയുടെ ഡ്രസ്സസ് വാങ്ങി. എത്രയൊക്കെ ഡ്രസ്സ് വാങ്ങിയാലും ബീബയുടെ ഈ ഒരു പഴയത് ഞാൻ ഫസ്റ്റ് വാങ്ങിയത് വളരെ പ്രഷ്യസ് ആയിട്ട് വെച്ചിരുന്ന ഒരു ഡ്രസ്സായിരുന്നു. സൈഡ് കുറച്ച് കീറി തുടങ്ങി. പക്ഷേ എന്നാലും എനിക്ക് അതിനോടൊരു സെൻറ്റിമെൻറ്റ്സാണ്. എനിക്ക് പലതിനോടും സെൻറ്റിമെൻറ്റ്സാണ്. ഡ്രസ്സിനോടാകാം, ജ്വല്ലറിയോടാകാം, ചെരുപ്പുകളോട് എനിക്ക് വലിയ സെൻറ്റിമെൻറ്റ്സ് ഇല്ല. ഒരുപാട് സാധനങ്ങളോട് എനിക്ക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ലോഡ് ഓഫ് തിങ്സ്. ഐ എം എ വെരി സെൻറ്റി പേഴ്സൺ. അതുകൊണ്ട് ഞാൻ പലതും കളയാതെയൊക്കെ ചില സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കും. ഇപ്പോൾ തന്നെ കബേർഡ് അടുക്കിയപ്പോൾ കുറേ പഴയ നൈറ്റികൾ, വളരെ യങ് ആയിട്ടുള്ളപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള മിക്കതും ഫോറിൻ നൈറ്റീസാണ്. അമ്മൂനെയൊക്കെ പ്രസവിച്ചപ്പോൾ ഇട്ടത്, ഓസിയെ പ്രസവിച്ചപ്പോൾ ഇട്ടത്, അങ്ങനെ എൻ്റെ മെമ്മറിയിലുള്ള അതൊക്കെ കുറച്ച് പഴയതായെങ്കിൽ എനിക്ക് കളയാനൊരു മടി. അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ പാക്ക് ചെയ്ത് ഒരു സിപ്പ് ലോക്ക് അങ്ങനത്തെ ഒരു കവറിലിട്ടിട്ട് ആ കബേർഡിൻ്റെ മുകളിൽ പെട്ടിയൊക്കെ വെക്കേണ്ട ഒരു സ്പേസിലോട്ട് കയറ്റി വെച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് വട്ടാണ്. എന്നാലും ഒരു ചില സെൻറ്റിമെൻറ്റ്സിലൊക്കെ കയറി ഇങ്ങനെ തൂങ്ങി പിടിച്ച് കിടക്കാനൊരു ഇഷ്ടം. എൻ്റെ പോലെയല്ല കിച്ചു കേട്ടോ. കിച്ചുവിനാണെങ്കിൽ അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സും ഇല്ല. നത്തിങ് അറ്റ് ഓൾ. ഒന്നുമേ ഇല്ല. ഞാനാണ് അതിലൊക്കെ കയറി ഇങ്ങനെ പിടിച്ച് പോകുന്നത്. അപ്പോൾ ഞാൻ പോട്ടെ, ഗീ റൈസ് ഉണ്ടാക്കട്ടെ. ബാക്കി നമുക്ക് പിന്നെ കാണാം. ഓക്കെ. ഞാനിത് വാങ്ങിയ ബ്രേക്ക്ഫാസ്റ്റാണ്. ഓക്കെ, ബൈ. പയ്യൻ പോകുന്നു. ഇത് ഗീ ഇഡ്ലി സാമ്പാർ, ദിസ് ഇസ് തൈര് വട, ദാറ്റ് ഇസ് ഇഡ്ലി. ആരും കഴിക്കാൻ വന്നില്ലല്ലോ. ഒരാൾ കഴിച്ചത് അമ്മു കഴിച്ചു. ഒരു തൈര് വട കഴിഞ്ഞിരിക്കുന്നു. സോ അമ്മു മാത്രം കഴിച്ചു. ഞാൻ എൻ്റെ കാലൊന്ന് റീഡ്രസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നു. എൻ്റെ ബാൻഡേജ് ഇളക്കി. കുറച്ച് ദിവസം ബാൻഡേജ് ഇല്ല നോക്കാമെന്ന് വെച്ചു. പക്ഷേ ആ വിരൽ കുറച്ച് കുളമായ രീതിയിലാണ് ഇരിക്കുന്നത്. നോക്കാം. ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ഞാൻ വന്നു. ഡ്രൈവർ എൻ്റെ പാരൻസിനെ പിക്ക് ചെയ്യാൻ പോയി. അപ്പം ഞാൻ ആ സമയത്ത് ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് നേരം ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എല്ലാ ദിവസവും ചെറിയൊരു മഴക്കോൾ കാണും, പക്ഷെ മഴ പെയ്യത്തില്ല. ഓക്കെ. ചോദിച്ചാൽ എല്ലാവരും വെള്ളം ഒഴിച്ചു എന്ന് പറയും. പക്ഷെ നോക്കിയേ, ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ കൊടും വേനൽ സീസണിൽ നമ്മളൊന്ന് ഉഴപ്പിയാൽ നമ്മുടെ ചെടികളെല്ലാം കുളമാവും. അതുകൊണ്ട്
എന്നും വന്ന് ചെയ്യും. കിച്ചു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ഈ ഗാർഡൻ്റെ കാര്യങ്ങൾ മൈൻഡ് പോലും ചെയ്യണ്ടായിരുന്നു. കിച്ചുവിനാണെങ്കിൽ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് സുഖമാണ്. ഞാനൊരു അത്ര ഗ്രേറ്റ് ഗാർഡൻ നോക്കുന്ന ഒരാളൊന്നുമല്ല. കുറേ നാളിന് ശേഷം എൻ്റെ കാലിൽ ബാൻഡേജ് ഇല്ലാതെ നിൽക്കുക. ബാൻഡേജോടുകൂടി നിൽക്കുമ്പോൾ ഞാൻ കാലിൽ വെള്ളവും ചെളിയും മണ്ണും ഒന്നും ആകാതെ ഞാൻ ശ്രദ്ധിച്ച് നിൽക്കണം. ഇന്ന് പിന്നെ കുഴപ്പമില്ല. ഇന്നെല്ലാം കഴിഞ്ഞാൽ ലാവിഷായിട്ട് വെള്ളം ഒഴിച്ച് കാല് കഴുകാമല്ലോ. എന്തോ 5 മണിയെന്തോ ആകാറായേ, വെയിലും ചൂടും. ഇന്നലെ വൈകുന്നേരം ഹൻസുവിന് ഏതോ ഡാൻസ് ഷൂട്ട് ചെയ്യാൻ പോകണമായിരുന്നു. പക്ഷേ ഒരു 4 മണി ആയപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂടി ഇരുണ്ട് കിടന്നു. ഇന്ന് ആർക്കും ഷൂട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം വെളിച്ചമുണ്ട്. മഞ്ഞ റംബൂട്ടാനിൽ കുഴപ്പമില്ല. ജാമ്പയ്ക്ക ഏകദേശം തീർന്നു. മുകളിൽ നിൽക്കുക. പുല്ല് വെട്ടാൻ വരാമെന്ന് കഴിഞ്ഞ ആഴ്ച അവർ ഏറ്റതാണ്. എന്നിട്ട് മുങ്ങി. പിന്നെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ വീഡിയോ കാണുന്ന ട്രിവാൻഡ്രത്ത് നല്ല ഗാർഡനൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഗാർഡനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലേ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഡീറ്റെയിൽസ് ഇട്ട് തരുമോ പ്ലീസ്. കുറേ നാളായി എനിക്ക് നല്ല ഗാർഡനേഴ്സ് ഇല്ലാതായിട്ട്. ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന പലരും പല റീസണായിട്ട് അങ്ങനെ മാറി ഇപ്പോൾ ഒരു ഗ്രൂപ്പ് വരും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരങ്ങ് മാറും, പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ വരും. ആ അവരിങ്ങനെ ഗ്രൂപ്പൊക്കെ മാറും ഇടയ്ക്കിടയ്ക്ക്. ആദ്യം ഒരാളുടെ അണ്ടറിലായിരിക്കും കുറച്ച് പേര്, പിന്നെ ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് പോകും. പിന്നെ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ പിന്നെ ആ ആൾ വരും. കുറേ കഴിയുമ്പോൾ അയാൾ പണി നിർത്തും, പിന്നെ നമ്മൾ പഴയ ആളെ വിളിക്കും. സോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഗാർഡനേഴ്സ്. കുറേ നാളെനിക്ക് നല്ല ഗാർഡനേഴ്സ് ഇല്ലാതായിട്ട്. ആരെ വിളിച്ചാലും വരാമെന്ന് ഏറ്റിട്ടേ വരത്തില്ല. സമയത്ത് ആരും വരുന്നില്ല. സോ എൻ്റെ വീഡിയോ കാണുന്ന ട്രിവാൻഡ്രത്തുള്ള ആർക്കെങ്കിലും നല്ല ആത്മാർത്ഥമായിട്ട് വന്ന് പണി ചെയ്യുന്ന ഗാർഡനേഴ്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഡീറ്റെയിൽസ് ഇട്ട് തരണേ കേട്ടോ. സോ താങ്ക് യു ഇൻ അഡ്വാൻസ്. കുറേ നാളിന് ശേഷം ഞാൻ എൻ്റെ ഒടിഞ്ഞ കാലിൽ ഇങ്ങനെ ലാവിഷായിട്ട് വെള്ളം ഒഴിക്കുകയാണേ. അല്ലെങ്കിൽ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞു വിരലാണ് ഒടിഞ്ഞത്. അതൊരു ലെവലായി. ആ പ്ലാസ്റ്ററിൻ്റെ ഒക്കെ അടയാളം. കുറേ നാളിന് ശേഷം ഞാനിന്ന് ലാവിഷായിട്ട് കാലിൽ വെള്ളം ഒഴിച്ചു. ഞാൻ വേദികയിൽ വന്നു. ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ വിചാരിച്ചൊരു സാരി നോക്കാം എന്ന് വെച്ചിട്ട് വന്നു. കാണണോ? ഇതിന് ബോർഡർ ഉണ്ടോ? ഇല്ലല്ലേ, ബോർഡറില്ല. ആ, എനിക്ക് ബോർഡറും കൂടെ ഉള്ളത് കാണിച്ചാൽ കൊള്ളാം. സിൽവർ ആണോ ഇത്? സിൽവർ ഞാൻ ഇതാണ് സെലക്ട് ചെയ്ത ഒരു പിങ്കിൻ്റെ കോമ്പിനേഷൻ. ഒരു സോഫ്റ്റ് കാഞ്ചീപുരം സാരി. ഇതാണ് ബ്ലൗസ്. അത് വാങ്ങി. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ളൊരു നല്ല പിങ്ക്. ആ കുട്ടിക്ക് നന്നായിട്ട് ചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോൾഡൻ ലൈറ്റ്. ഹൻസു എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈറ്റാണ്. ഇപ്പോൾ അവിടെ കടന്നു പോയത്. സണ്ണിങ്ങനെ റെഡ് ഷെയ്ഡിൽ നമ്മളെ ഫേസിലോട്ട് അടിക്കും. നല്ല ഭംഗിയാണ്. ഇനി എനിക്ക് വീട്ടിൽ പോകണം, ചടപടി റെഡിയാവണം. ഈ കാറ് ഇഷാനിക്ക് ജമ്മി പോകാനായിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. എന്നിട്ട് ഞാനും ജോബനും കൂടെ കല്യാണത്തിന് പോകും. അപ്പോൾ ഇനി നമുക്ക് റെഡിയായിട്ട് കാണാം.
കല്യാണത്തിനൊക്കെ പോയിട്ട് ഞാൻ വന്നു. ഞാൻ അവിടെ നിന്ന് അവർ കഴിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനൊരു മൂഡുണ്ടായിരുന്നു. അങ്ങനെ മസാല ദോശ കഴിച്ചു. പിന്നെ ഒരു അപ്പം പോലത്തെ മറ്റൊരു മസാല ദോശ നല്ലതായിരുന്നു. കുറേ നാളിന് ശേഷമായിരുന്നു ഒരു മസാല ദോശ കഴിക്കുന്നത്. ഇറ്റ് വാസ് നൈസ്. ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ അമ്മു ഇവിടെ പിള്ളേർക്ക് വേണ്ടി എന്തൊക്കെയോ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞു. അമ്മൂതോടെ സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ പോയി ഒന്ന് ചേഞ്ചൊക്കെ ചെയ്തിട്ട് വരട്ടെ. ഇന്ന് നമുക്ക് ഒട്ടും ഫുട്ടേജസ് ഒന്നും കിട്ടി കാണത്തില്ല. സോ മേ ബി ടുമോറോ ഐ ടേക്ക് എ ഫ്യൂ മോർ ഫുട്ടേജസ്. ഇന്ന് രാത്രി സിമി എത്തുമല്ലോ. അപ്പോൾ ഇച്ചിരി ഫുട്ടേജസും കൂടെ നാളെ നമുക്ക് കിട്ടുന്ന കുറച്ചൊക്കെ എടുത്ത് നാളെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതൊക്കെ കൂടെയൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ വ്ളോഗിനെ ഒന്ന് ഉഷാറാക്കാം അല്ലേ. അപ്പോൾ ഞാൻ പോകട്ടെ. ഓക്കെ ബായ്. ഒരു ഡാഡി അമ്മയൊക്കെ അകത്തേതോ അവർ സ്ഥിരം കാണുന്ന ഏതോ സീരിയൽ കാണുക. നോക്കട്ടെ. ഐ എം ഇൻ കാർ. One small baby is driving. Hansu baby. I won't be clear in cinematic mode. Please come. എനിക്കിനി ഹൻസ് ഓടിക്കുന്ന കാറിൽ കൂടെ ഇരിക്കണം. ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ലഞ്ച് കഴിക്കാൻ സിനിമാറ്റിക് ആണ് മാറ്റിക്കോട്ടെ. ഓക്കെ ഇപ്പം നോർമൽ വീഡിയോ ആക്കി. ഞങ്ങൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഹൻസ് കുട്ടി ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞു. പുറത്തെ ഫുഡ് കഴിക്കണ്ട എന്ന് പറഞ്ഞു. വീട്ടിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഹൻസ് കുട്ടിക്ക് വേണ്ടി പ്രോൺസ് ഒക്കെ ഫ്രൈ ആക്കി. അപ്പം നമ്മൾ റെഡിയാവുന്ന കണ്ടപ്പോൾ ഹൻസ് വെച്ചാൽ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും എന്തൊരു ബ്ലോക്ക്. ഞങ്ങൾ പോയപ്പോൾ ഹൻസു പ്ലീസ് കം ഹൻസു ഹൻസു ഇല്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ then she changed her mind and she's wearing a very pretty frock from where baby? Online Insta. എന്താണ് ഇങ്ങനെ ഒരു ബ്ലോക്ക്? ഒരു വലിയ ബസ് വരും. ട്രിവാൻഡ്രം നിങ്ങളുടെയൊക്കെ നാട് എങ്ങനെയാ? അവിടെയൊക്കെ ബ്ലോക്കാണോ? ട്രിവാൻഡ്രം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ എല്ലാ റോഡും ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. എന്നാലും എല്ലായിടവും കുഴിച്ചിട്ടേക്കുക. എവിടെ പോയാലും ഇറ്റ്സ് എ ബിഗ് മെസ്. അതുകൊണ്ട് കുഴിയില്ലാത്ത റോഡുകൾ രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. കാരണം എല്ലാവരും അപ്പോൾ ഓക്കെ റോഡ്സ് കൂടെ എല്ലാം ട്രാവൽ ചെയ്യും. മറ്റേ വഴികളൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ എല്ലാവരും ഡൈവേർട്ട് ചെയ്ത് ഒരുവിധം കുഴപ്പമില്ലാത്ത റോഡിലെത്തും. അപ്പോൾ ആ റോഡിൽ പണ്ടുള്ളതിനേക്കാൾ ഒരു 10 ഇരട്ടിയോളം ട്രാഫിക്കാണ് ഓൾ ദ ടൈം. സോ എവിടെയെങ്കിലും പോകാനൊന്ന് ഇറങ്ങിയാൽ നമ്മൾ പെട്ടു. എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഈശാനി ഇതിലേ പോകണോ അതിലേ പോകണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഈശാനി ഈ ഒരു കച്ചട വഴി കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇഷാനി കുറച്ച് സ്പീഡിലാണ് വണ്ടി. എനിക്കത് ഇഷ്ടമല്ല. ഐ ലൈക്ക് അമ്മയുടെ സ്പീഡ് 30 കഴിഞ്ഞാൽ അമ്മ പറയും അത് ഓവർ സ്പീഡാണ്. അപ്പോൾ മനസ്സിലായില്ല. എനിക്ക് ഇഷാനി എപ്പോഴും 20 കിലോമീറ്റർ സ്പീഡിൽ പോകണം. ഉരുട്ടി ഞാൻ ഒന്നും പറയും. ഇഷാനി മറ്റേ സെക്കൻഡ് ഗിയറിലെ പതുക്കെ പോകണം. അതാണ് എനിക്കിഷ്ടം. അല്ലേ ഇഷാനി? അതെ. ഇഷാനിക്ക് വിശക്കുന്നുണ്ടോ? ഇഷാനി എന്ത് കഴിച്ചു രാവിലെ? ഇഡ്ലി സാമ്പാർ. എത്ര ഇഡ്ലി? ഹൻസ് കുട്ടി എന്ത് കഴിച്ചു? ഹൻസ് ഒന്നും കഴിച്ചില്ല. ഹൻസ് ഒന്നും കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചില്ലേ? വാട്ട് ഹൻസു? ഓ ടൈം 1:30. റോഡ് ബ്ലോക്ക്. ട്രിവാൻഡ്രം ക്ലബ്ബിലാണ് ലഞ്ച് കഴിക്കാൻ പോയത്. പക്ഷേ ഇന്നവിടെ ഓവർ തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ലഞ്ച് തികയത്തില്ല. 5-6 ഊണേ ഉള്ളൂ. ബാക്കി ഫ്രൈഡ് റൈസ് എടുക്കാം, അതെടുക്കാം, ഇതെടുക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ക്ലബ്ബിനെ കട്ടിയെത്തും. നേരെ വിൻസർ രാജധാനിയിലോട്ട് വന്നു. ഇവിടെ അത്യാവശ്യം നല്ല, നമ്മൾ എന്താണ് ഇവിടെ ഓർക്കാത്തതെന്ന് മറന്നുപോയി. ഞാനിവിടെ വന്നു. ഇവിടുത്തെ ലഞ്ച് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവിടെ ചെയ്യും. അയാളെ കൂടെ ചെയ്യും. അതേപോലെ ഹായ്. ഋഷാനി അതേപോലെ ഭയങ്കര സസ്തി കയ്യിലെത്തൂല. അല്ല ഇതുവഴി ഒന്ന് കയറിപ്പോ കഴിയും. Is it a video? ഇതിനൊക്കെ വ്ളോഗ് കട്ടിയിട്ട് ഞാൻ പറയാം. രാത്രി കഞ്ഞി കുടിക്കണം, അല്ലെങ്കിൽ ചോറ് കഴിക്കണം. ആര്? ഹൻസിക. അതാണ് ഇന്ന് അപ്പച്ചിയുടെ ഓർഡർ. ഹൻസിക അപ്പച്ചിയുടെ ഓർഡറാണ്. ഹൻസിക ഇന്ന് കഞ്ഞി കുടിക്കണം. എന്നും കഞ്ഞി. നീ എന്നും കഞ്ഞിയാണ്? വെളിയിൽ നിന്ന് വാങ്ങി. നോ, വേണ്ട, എന്നും വെളിയിലെ
ഭക്ഷണം ശരിയാവൂല. നാളെ മേടിച്ചോ. നാളെ മക്കൾ എന്താ ഇവൻ്റെ പേരെന്താ? ഇവളാണോ? No name. പേരില്ലേ? പേരില്ല. Maybe. I look like this young Kunjere with the wide face. Show me the hairband. അടുത്തോട്ട് കൊണ്ടുവാ. ആര് വാങ്ങിയിട്ടൊന്നും Secret. ഇത് അമ്മു ഡിസ്നി ഇത്. അമ്മു വാങ്ങിച്ചു കൊടുത്തത്. നൈസ്. ഹൻസു പ്രിൻസസ് ടീ ടൈം. പ്രിൻസസ് ടീ ടൈം. വിളക്കെടുപ്പിന് പൂവും അതും ഇതും ഒക്കെ മേടിച്ച് വെച്ചിരുന്നത് നടന്നില്ല. ഞാൻ ഇന്നലെ പോയ കല്യാണം നമ്മുടെ ട്രിവാൻഡ്രം ഭീമയിൽ വർക്ക് ചെയ്യുന്ന രാജുവിൻ്റെ മൂത്ത മോൾ വൃന്ദ, ആ കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ രാജുവിൻ്റെ വൈഫ് വീണ, ആക്ച്വലി വീണയും പണ്ട് ഭീമയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ ഞാൻ ജ്വല്ലറികൾ ഭീമയിൽ നിന്ന് എടുക്കുമ്പോൾ അന്ന് വീണയായിരുന്നു അവിടെ അന്ന് എനിക്ക് വേണ്ടി ജ്വല്ലറി ഒക്കെ എടുത്തു തന്നത്. അപ്പോൾ അതിന് മുന്നേ തൊട്ട് ഞാൻ അവിടെ പോകുമ്പോൾ യൂഷ്വലി നമ്മൾ ഓരോ സ്വർണ്ണക്കടയിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സെയിൽസ് ആൾക്കാർ കാണും. അപ്പോൾ അവരെ നോക്കി ചിരിക്കും, അവർ വന്ന് നമുക്ക് വേണ്ടി ഡീൽ ചെയ്യും, നമുക്ക് വേണ്ടി എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊക്കെ എല്ലാം എടുത്തു തരും. അപ്പോൾ അതുപോലെ വീണയായിരുന്നു പണ്ട് എനിക്ക് വേണ്ടി എല്ലാം എടുത്തു തരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ളൊരു ബന്ധമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണയും രാജുവും കല്യാണം കഴിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണയ്ക്ക് പിന്നെ വീണയുടെ ഫാദർ എന്തോ മരിച്ചപ്പോൾ വീണയ്ക്ക് കാനറ ബാങ്കിൽ ജോലി കിട്ടി, വീണ മാറി. അപ്പോൾ തൊട്ട് പിന്നെ രാജുവിനെയാണ് ഞാൻ അവിടെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഡീൽ ചെയ്യണം. എൻ്റെ എല്ലാ പിള്ളേരും, ഞാനാണെങ്കിൽ എൻ്റെ ഓരോ മക്കൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ ഞാനും കിച്ചുമൊക്കെ അങ്ങനെ ചെയ്തിരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കുട്ടികൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് വേണ്ട അരങ്ങാണം, തള, വള, മാല, അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഡ്രസ്സസ്, മറ്റേ എല്ലാം ഞങ്ങൾ റെഡിയാക്കി വെക്കുമായിരുന്നേ. അപ്പം ഞാൻ എല്ലാവരുടെ തളയും വളയും അമ്മൂനൊക്കെ കയ്യിലിടുന്ന കരിമണിയിലെ ഗോൾഡ് ബീഡുള്ള അതിപ്പോൾ വളരെ കോമൺ ആണ്. ഞാനത് ആദ്യമായിട്ട് ഇവിടെ അമ്മൂന് വേണ്ടി പാറ്റേൺ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ കേരളത്തിലൊന്നും ആരുടെ കയ്യിലും അതുപോലത്തെ വള കണ്ടിട്ടേയില്ല. ഞാൻ ആ വളയുടെ പാറ്റേണൊക്കെ കിട്ടിയത് പണ്ട് നമ്മുടെ ഹിന്ദി ആക്ടർ ജാക്കി ഷ്രോഫിൻ്റെ കുഞ്ഞ്, ഇപ്പോഴത്തെ ടൈഗർ ഷ്രോഫ്, ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ അന്ന് ഹലോ എന്ന് പറഞ്ഞൊരു മാഗസീൻ്റെ കവറിൽ ഇവരുടെ ഫാമിലിയുടെ ഒരു ഫോട്ടോ വന്നിരുന്നു. ജാക്കി ഷ്രോഫും വൈഫും ഈ കുഞ്ഞും എല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട്. അന്ന് ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഈ വള കിടക്കുന്നുണ്ടായിരുന്നേ. അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് രസമാണ് കയ്യിൽ ആ വള കാണാൻ, എനിക്ക് എന്തെങ്കിലും കുട്ടികളാകുമ്പോൾ ഇതുപോലത്തെ വള പണിയിപ്പിക്കണം എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുമായിരുന്നു. അങ്ങനെയാണ് അമ്മു ജനിക്കാറായപ്പോൾ ഞാൻ ഈ ഒരു വളയ്ക്ക് ഓർഡർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓസിക്കും ഇഷാനിക്കും ഹൻസൂനും പിന്നെ സിമിയുടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒത്തിരി. പിന്നെ ഈ പോയൊരു 20 വർഷത്തിനകത്ത് അത് കേരളത്തിലൊക്കെ അങ്ങോളം ഇങ്ങോളം ഭയങ്കര കോമണായി എല്ലാവരും ഇട്ട് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ആ വള. അങ്ങനെ ഞാൻ എൻ്റെ ഈ വളയും തളയും അരങ്ങാണവും എല്ലാം ഭീമയിൽ പോയി ഓർഡർ കൊടുക്കുന്നത് രാജുവിൻ്റെ അടുത്താണ്. സോ രാജുവിൻ്റെ മോളുടെ കല്യാണ റിസപ്ഷൻ ആയിരുന്നു ഇന്നലെ. ഇറ്റ് വാസ് എ വെരി സ്വീറ്റ് ഫങ്ഷൻ. ഞാൻ അവിടെ നിന്ന് മസാല ദോശ എല്ലാം കഴിച്ചു. അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ലഞ്ച് കഴിക്കാനായിട്ടാണ് പോയതും. പക്ഷേ അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് മീൽസ് 11 പേരുടെ മീൽസ് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട്. 2-3 പേർക്ക് ഫ്രൈഡ് റൈസ് എടുക്കട്ടെ, 2-3 പേർക്ക് ബിരിയാണി വേറെ എന്തോ എടുക്കട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ എന്തിനൊരു കൺഫ്യൂഷൻ. പെട്ടെന്ന് പിന്നെ ഞങ്ങൾ മറ്റേ ഹോട്ടലിലോട്ട് പോയി, രാജധാനി, അങ്ങോട്ട് പോയി. അവിടെ നന്നായിട്ടെല്ലാം ലഞ്ച് കഴിച്ചു. ഓസി സിമിയുടെ മക്കളെയും കൊണ്ട് അതിന് ശേഷം ഇവിടെ പോയി ഏതോ ഒരു സിനിമ കാണാൻ പോയി. ഫഹദിൻ്റെ പുതിയ ഏതോ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു പേരും പറഞ്ഞല്ലോ, എന്തോ പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞു. അതിന് പോയി. ഇപ്പോൾ വൈകുന്നേരം വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് സിമിയും അമ്മു എൻ്റെ പാരൻസും ദീനും കൂടെ ഇത് കാണാൻ പോയി, ആടുജീവിതം. ഞാനും ഹൻസും ഇഷാനും കണ്ടു കഴിഞ്ഞു. നിങ്ങളൊക്കെ കണ്ടോ ആടുജീവിതം? ഇറ്റ്സ് നൈസ് മൂവി, വെൽ ടേക്കൺ മൂവി, വെരി വെരി വെൽ ടേക്കൺ മൂവി. ആൻഡ് ആർട്ടിസ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ മേക്കിംഗ് ആണ് നമ്മളെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ ആലോചിക്കും, ആ ഒരു മരുഭൂമിയിലേക്ക് ഓരോ ഷോട്ട് അവരെടുക്കുമ്പോൾ റീടേക്കൊക്കെ ചെയ്യേണ്ടി വന്നാൽ ആ നടന്ന കാൽപ്പാടുകളെല്ലാം മാറ്റണ്ടേ, എന്നിട്ട് വേണ്ടേ വീണ്ടും എടുക്കാൻ. എത്ര കഷ്ടപ്പെട്ട് കാണും. പക്ഷെ വളരെ ചാലഞ്ചിങ് ആയിരുന്നു കാണും ആ സിനിമയുടെ ഒരു സെറ്റ് അല്ലേ. എല്ലാവരും നന്നായിട്ട് ചെയ്തു. എവറിത്തിങ് വാസ് നൈസ്, ഇറ്റ് വാസ് റിയലി നൈസ്. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. 1 ടൈം വാച്ച്. നമ്മുടെ മലയാളത്തിൽ ഇത്രയും അടിപൊളിയായിട്ടൊരു പടം. ഡയറക്ടർ ബ്ലെസ്സിയൊക്കെ
നമ്മുടെ പഴയ പരിചയക്കാരെ പണ്ട് തൊട്ടേ അറിയാമെന്നുള്ള ആൾക്കാരാണ്. കിച്ചു ഇതുവരെ ബ്ലസ്സിയുടെ കൂടെ, ബ്ലസ്സി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. അല്ലാതെ പണ്ടൊക്കെ ലോഹിദാസ് സാറിൻ്റെ കൂടെയൊക്കെ ഉള്ള സമയത്ത് അപ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവർ ആ സിനിമ കാണാൻ പോയി. പിന്നെ നാളെ ഇങ്ങനെ ദീൻ പറയുമായിരുന്നു കിച്ചുവിൻ്റെ ഇലക്ഷൻ നടക്കണം, അവിടെ ഞങ്ങൾക്കൊന്ന് പോയാലോ. ഞാൻ പറഞ്ഞു ദീൻ കൊല്ലം, ഹീ വാസ് തിങ്കിങ് കൊല്ലം തോ അപ്പുറത്ത് എവിടെയാണെന്നേ, ഇവിടെ നിന്നൊരു 10 മിനിറ്റ് പോയാൽ മതി. ഞാൻ പറഞ്ഞു നോ ദീൻ കൊല്ലം ഈസ് വെരി ഫാർ, 60 കിലോമീറ്റേഴ്സാണ്. ഇപ്പോൾ റോഡ് മുഴുവൻ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര അലമ്പാണ്, നമുക്ക് സ്പീഡിൽ നമ്മൾ വിചാരിക്കണ പോലെയൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ ദീൻ ഇങ്ങനെ ഒന്ന് പോകണം എന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഐ തോട്ട് ടുമോറോ മോർണിംഗ് നമുക്കൊന്ന് നമ്മുടെ അരുണിനെ കൂടെ വിളിച്ചിട്ട് നമുക്കൊന്ന് കൊല്ലം വഴിയൊന്ന് പോയി കിച്ചുവിന് ചെറിയൊരു സർപ്രൈസ് കൊടുത്ത് കിച്ചുവിനൊരു സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. എലക്ഷൻ ആൻഡ് ക്യാമ്പയിനിങ് ആൻഡ് ഓൾ ദാറ്റ് ഇറ്റ്സ് സംതിങ് റിയലി ന്യൂ ടു അസ്. കഴിഞ്ഞ പ്രാവശ്യം കിച്ചിട്ട് വേണ്ടത് നിന്നെങ്കിലും ഇറ്റ്സ് ടോട്ടലി ന്യൂ ടു അസ് കേട്ടോ, ടോട്ടലി ന്യൂ. എനിക്കൊക്കെ ആരോടെങ്കിലൊക്കെ പോയിട്ട് എലക്ഷൻ പോളിറ്റിക്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കിച്ചൻ്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ഏറ്റവും പേടി മീഡിയയുടെ ആൾക്കാർ വന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ. ചോദിക്കുമ്പോൾ അത് നമുക്ക് നോളേജ് തീരെ ഇല്ലാത്ത ഒരു ഫീൽഡാണ് പോളിറ്റിക്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മറ്റ് നമ്മളല്ലാതെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളെക്കുറിച്ചും ഡ്രസ്സിങ്ങിനെ കുറിച്ചോ മേക്കപ്പിനെ കുറിച്ചോ സിനിമയെക്കുറിച്ചോ അങ്ങനത്തെ അതൊക്കെ നമുക്ക് മാതോരാതെ കുറേ നേരം സംസാരിക്കാൻ പറ്റും. പക്ഷേ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ എത്രത്തോളം ഞാനൊക്കെ അതിൽ കുറച്ച് ഇഗ്നറൻ്റ് ആണെന്നുള്ളത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വെളിയിൽ വരുവേ. എനിക്കധികം സംസാരിക്കാൻ അറിയത്തില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏത് പാർട്ടിയാണോ അധികാരത്തിൽ വരാൻ പോകുന്നത് ആ പാർട്ടിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് ജയിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് പണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വി ആർ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ഇന്നിപ്പോൾ പണ്ടൊക്കെ ഉള്ളതിനേക്കാൾ എന്തോ ഒരു വെയിറ്റ് ഉണ്ട്. ഇക്കോണമിക്കലി നമ്മളെ കൺട്രി ഈസ് ഇൻ എ വെരി 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 ഗുഡ് പൊസിഷൻ നൗ. നമ്മൾ I think we have to grow a little more we have to grow. I'm just hoping this government will do a good job and in the coming 5 years we should get to a better position. അത് നമുക്ക് ഫീൽ ചെയ്ത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്പിലൊക്കെ പോയി ഇറങ്ങുമ്പോഴത്തേക്ക് കാനേഡിയൻ പാസ്പോർട്ട്, സിംഗപ്പൂർ പാസ്പോർട്ട്, US പാസ്പോർട്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഏതൊക്കെയോ പാസ്പോർട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് വേറെ ഇമിഗ്രേഷനിൽ വേറെ ക്യൂ. തൊട്ടിപ്പുറത്ത് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു ഏരിയയിലാണ് നമുക്കൊക്കെ ഇമിഗ്രേഷൻ. അപ്പോൾ മറ്റിടത്ത് ധാരാളം സ്റ്റാഫ് ഇരിക്കുന്നുണ്ടാവും. എന്നാൽ അവിടെ വരുന്ന ആൾക്കാരും കുറവായിരിക്കും. നാച്ചുറലി എന്തപ്പാ ഞാൻ വെച്ച് പാമ്പ് വന്നു. നാച്ചുറലി ഏഷ്യൻസ് ആയിരിക്കുമല്ലോ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും മാക്സിമം. അപ്പുറത്ത് നമ്മുടെ ക്യൂവിൻ്റെ അവിടെ ഒരു 500-1000 കണക്കിന് ആൾക്കാരും അവിടെ നമ്പർ ഓഫ് സ്റ്റാഫ് കുറവും. അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് ഈ നമ്മുടെ ഏഷ്യൻസിനോട് ഒരു ചെറിയ പുച്ഛഭാവവും ഒക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാം. വേറെ മറ്റേ പാസ്പോർട്ട്സ് ഉള്ള ആൾക്കാരൊക്കെ വളരെ വേഗം അങ്ങ് കടന്നു പോകുന്നു. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നു. ഐ എം ജസ്റ്റ് ഹോപ്പിംഗ് സൂൺ ഇന്ത്യൻ പാസ്പോർട്ട് വിൽ ഹാവ് എ പൊസിഷൻ ഇൻ സച്ച് എ വേ. നമ്മളിപ്പോൾ ഹോൾഡേഴ്സ് ഓഫ് ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ നമുക്കും ആ ഒരു വേഗം പോകുന്ന ആ ഒരു ചാനൽ വഴി നമുക്ക് പോകാൻ പറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ കൺട്രി ഹാസ് ടു റീച്ച് ദാറ്റ് പൊസിഷൻ. അപ്പോൾ അതുപോലൊരു പൊസിഷനിലോട്ട് നമ്മുടെ കൺട്രിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും പ്രൈം മിനിസ്റ്റർ മോഡിയെ എത്രയൊക്കെ വെറുതെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അറിയാം നമുക്കൊരു ബെറ്റർ പൊസിഷനിലോട്ട് നമ്മളെ കൺട്രി എത്തണം എന്നുണ്ടെങ്കിൽ വി റിയലി നീഡ് ഗുഡ് ഗവേണൻസ്, വി റിയലി നീഡ് ഗുഡ് ലീഡേഴ്സ്. ആൻഡ് പലപ്പോഴും ഈ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, ലൈക്ക് ഇഫ് യു ആർ BJP, ഇഫ് യു ആ പാർട്ട് ഓഫ് BJP ദെൻ ലൈക്ക് യു ആർ ഭയങ്കര ഓവർ ഹിന്ദു സ്പിരിറ്റ് കൂടിയവരായിരിക്കും, നിങ്ങൾ മൈനോറിറ്റീസുമായിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നവരായിരിക്കും എന്നൊക്കെയുള്ളത് ആക്ച്വലി നെറേറ്റീവ്സ് ആണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ തമ്മിൽ അടിത്തട്ടിൽ നോക്കിയ പ്രശ്നങ്ങൾ തീരെയില്ല. ഇതൊക്കെ പൊതുവെയുള്ള ഒരു ലെഫ്റ്റിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാർ അവരുടെ വോട്ട് ബാങ്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂടുതൽ വോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ ഡിവൈഡ് ആൻഡ് റൂൾ ഇസ് ഓൾവേസ് എ പോളിസി ദാറ്റ് ഐ തിങ്ക് ദി ബ്രിട്ടീഷേഴ്സ് കെയിം ആൻഡ് നമ്മളെ നാട്ടുകാരെ പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പം അവരുടെ ഒരു നെറേറ്റീവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മൈനോറിറ്റീസിനൊരു ഫീൽ, അയ്യോ ഈ നാളെ ഇവന്മാർ ഇവിടെ എല്ലാം കൂടെ അങ്ങനെയൊക്കെ ആക്കുമോ, അങ്ങനെയൊന്നും ഒരിക്കലും ദാറ്റ്സ് നെവർ ദെയർ. ഏറ്റവും അധികം എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഗ്രൂപ്പാണ്. ആൻഡ്
നമ്മളെയൊക്കെ താഴെയൊക്കെ ധാരാളം വന്നിട്ട് വി ഗെറ്റ് എ ലോട്ട് ഓഫ് ഹേറ്റ് കമൻറ്റ്സ്. പക്ഷേ എൻ്റെയൊക്കെ വീഡിയോ നിങ്ങളൊക്കെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അത്രയും വളർന്നു വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ സ്ഥിരം പോകുന്ന 1-2 കടകളുണ്ട്. രാവിലെ ഹൻസുനെയും കൊണ്ട് കോളേജിൽ പോയിട്ട് ഞാൻ സ്ഥിരം കയറുന്ന കടകളുണ്ട്. സ്പ്രിങ്, പിന്നെ സുപ്രീം, 2 കടകൾ. ക്ലോസ് ആയിട്ട് അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും. അത് മുസ്ലിംസിൻ്റെ കടയാണ്, ഹിന്ദുക്കളുടെ കടയല്ല. അപ്പം ഞാനൊക്കെ ഇവിടെ കിച്ചുവൊക്കെ അത്യാവശ്യം നല്ല BJP പ്രവർത്തകനാണ്. ഞാൻ എന്നും രാവിലെ എന്നെ കണ്ടാണ് പലപ്പോഴും സ്പ്രിങ്ങിൽ കണ്ടവർ വന്നല്ലോ, എന്നെയാണെങ്കിൽ അവർ മിക്ക ദിവസം കണി കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ അതുപോലെ വർഗീയത ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ രാവിലെ ആ കടയിൽ പോയി സാധനം വാങ്ങിക്കുമോ? ഇല്ലല്ലോ. ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഒന്നുമില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സുലു ഹസീനയാണ്, കിച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹാജയാണ്. അപ്പം നമ്മളെ മനസ്സിൽ അങ്ങനെ ഒന്നുമേ ഇല്ല. BJPയെ എനിക്ക് മാനസികമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മുടെ ഫാമിലി എല്ലാവരും കോൺഗ്രസ് ആയിരുന്നു പണ്ടൊക്കെ. പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ വി നോ ലൈക്ക് വാട്ട് ഈസ് ബെസ്റ്റ്, ദിസ് ഈസ് ദി ബെസ്റ്റ് തിങ് അറ്റ് പ്രസൻറ്റ് ഫോർ ആ കൺട്രി. എത്രയോ ബെറ്ററാണ്, ലൈക്ക് സോ മച്ച് ബെറ്റർ. ഇപ്പം വേറെ ഒന്നുമില്ല. ഇപ്പം ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ ആ ഒരു മുന്നണി, അത് ഒന്ന് ആലോചിക്കുക. അതിലേതെങ്കിലും ഒരാൾക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ആവണ ഒരു സീൻ നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അതിനേക്കാൾ എത്രയോ ബെറ്ററാണിത്, എത്ര ബെറ്ററാണ്. അപ്പോൾ ഈ വെറുതെ നമ്മളെക്കുറിച്ചുള്ള ഈ ഒരു നെറേറ്റീവ്സ് ഒന്നും വെറുതെ ഉണ്ടാക്കല്ലേ കേട്ടോ. ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഐ ടോക്ക് ടു മൈ അതർ ഫ്രണ്ട്സ്. ആൻഡ് നമ്മളൊക്കെ തമ്മിൽ ലൈക്ക് ദി എമൗണ്ട് ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ് വി ഹാവ് ഫോർ ഈച്ച് അതർ, ഇറ്റ് ഈസ് ഓൾ ബിയോണ്ട് റിലീജിയൻ. റിലീജിയൻ അവിടെ നിന്നൊരു പ്രസക്തി പോലുമില്ല. അപ്പോൾ ഈ നെറേറ്റീവ്സ് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കരുത്. ഞങ്ങൾ വെറുതെ ഒരു പാർട്ടിയിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആ പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റ് ആണ് എന്നൊക്കെ വെച്ചിട്ട് വെറുതെ വന്നിട്ട് ചാണകം, അത് ഇത് സംഗി മറ്റത് അങ്ങനെ ഡോണ്ട് ഡു ദാറ്റ്. ഐ മീൻ ഞാൻ എന്താ ഇത്രയൊക്കെ പറഞ്ഞു? അയ്യോ എൻ്റെ കൊച്ചെന്നെ ഷൂട്ട് ചെയ്യാൻ വിളിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ. എന്താ? അയ്യോ കമ്മൽ കാണുന്നില്ലേ? അയ്യോ ഞാൻ പോകുന്നേ, ഹൻസൂന് ഷൂട്ട് ചെയ്യാൻ ഇടാനുള്ള കമ്മൽ കാണുന്നില്ല. സോ സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. കൊല്ലത്തുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ ആണെങ്കിലും ഡു വോട്ട് ഫോർ കിച്ചു. ഓക്കെ, ബൈ.